ശമൂവേൽ രണ്ടാം പുസ്തകം അധ്യായം 9. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാനെ പ്രതി ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്നന്വേഷിച്ചു. ശൗലിൻ്റെ ഗൃഹത്തിൽ സിബ എന്ന് പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചു. 2 കാലം മുടന്തായിട്ടു യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചു. ലോദേബാരിൽ അമ്മിയേലിൻ്റെ മകനായ മാക്കീരിൻ്റെ വീട്ടിലുണ്ടെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാരിൽ അമ്മിയേലിൻ്റെ മകനായ മാക്കീരിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിൻ്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശെത്ത് ദാവീദിന്റെ അടുക്കൽ വന്നു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശെത്തേ എന്ന് വിളിച്ചതിന് അടിയൻ എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ പിതാവായ യോനാഥാനെ ഓർത്ത് ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ പിതാവായ ശൗലിൻ്റെ നിലം എല്ലാം നിനക്ക് മടക്കി തരുന്നു. നീയോ ദിവസവും എൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചുകൊണ്ട്, ചത്ത നായയെ പോലെ ഇരിക്കുന്ന അടിയനെ അങ്ങ് കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിൻ്റെ ഭൃത്യനായ സീബയെ വിളിച്ച് അവനോട് കൽപ്പിച്ചു, ശൗലിനും അവൻ്റെ സകല ഗ്രഹത്തിനും ഉള്ളതെല്ലാം ഞാൻ നിന്റെ യജമാനന്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാക്കേണ്ടതിന് അവനു വേണ്ടി ആ നിലം കൃഷി ചെയ്ത അനുഭവം എടുക്കണം. നിന്റെ യജമാനന്റെ മകനായ മെഫീബോശെത്ത് എന്നും എൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതെല്ലാം അടിയൻ ചെയ്യുമെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫീബോശെത്തോ രാജകുമാരന്മാരിൽ ഒരുവൻ എന്ന പോലെ ദാവീദിന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫീബോശെത്തിന് ഒരു ബാലനായ മകനുണ്ടായിരുന്നു. അവന് മീഖ എന്നു പേർ. സീബയുടെ വീട്ടിലുള്ളവരെല്ലാം മെഫീബോശെത്തിന് ഭൃത്യന്മാരായി തീർന്നു. ഇങ്ങനെ മെഫീബോശെത്ത് യെരൂശലേമിൽ തന്നെ വസിച്ചു. രാജാവിൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവൻ്റെ 2 കാലും മുടന്തായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.